ഏതായാലും ആര്യൻ്റെയും ജിസേലിൻ്റെയും വിഷയം ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ എടുത്തിട്ടിരുന്നു. അപ്പം ആരും അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ വീഡിയോ എവിഡൻസ് ലാലേട്ടൻ കൊടുക്കുകയാണ്. പോനിയിലും അഭിലാഷും സംസാരിച്ച കാര്യങ്ങളും ബിന്നി പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഇതിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞവർക്ക് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ട ഒരാവശ്യം വന്നില്ല, കാരണം എവിഡൻസ് വന്നല്ലോ. എന്നാൽ ജിസേലും ആര്യനുമായിട്ട് നല്ല കൂട്ടാണ് അക്ബർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഒരു ലവ് ട്രാക്ക് ഇടുന്നത് പോലെ അക്ബറിനും തോന്നിയിട്ടുണ്ട്. കാരണം ആര്യനൊരു ഷാഡോ ആയി പോവാണ്. പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻസ് ആയിട്ട് അറിയിക്കണം. കാരണം ആര്യൻ അവിടെ നിൽക്കുന്നത് ജിസേലിൻ്റെ പാത്രം കഴുകാൻ, ജിസേലിൻ്റെ തുണി കഴുകാനല്ല. ജിസേൽ പറഞ്ഞത് എൻ്റെ കൈ വയ്യാതിരുന്നപ്പോൾ എന്നെ അവൻ സഹായിച്ചു എന്നാണ്. ഈ കഴിഞ്ഞ വീക്ക് പോലും, അതായത് ഈ ഫ്രൈഡേ എപ്പിസോഡ് പോലും ജിസേലിൻ്റെ തുണി വാഷ് ചെയ്യാനായിട്ട് നിന്നത് ആര്യനാണ്. അനുമോളോട് ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞത് അന്നത്തെ വിഷയത്തിന് ശേഷം, പുതപ്പിനുള്ളിൽ അടിയിലെ വിഷയത്തിന് ശേഷം ആര്യനെയും ജിസേലിനെയും അനുമോൾ മൈൻഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ ഹൗസിലുള്ള പലർക്കും, പക്ഷേ ആകെ സപ്പോർട്ട് ചെയ്ത് അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ജിഷിനും നെവിനുമാണ്. ലക്ഷ്മിയും യാതൊരു കുറ്റവും പറഞ്ഞില്ല. ലക്ഷ്മി പക്ഷേ എങ്ങനെ കുറ്റം പറയാതിരിക്കും? ലക്ഷ്മി ശരിക്കും ഒരു കുലസ്ത്രീയല്ലേ. ലക്ഷ്മി പറഞ്ഞത് കാണുന്നവൻ്റെ കണ്ണിലാണ് ഗുരു എന്ന്. എങ്കിൽ പിന്നെ ലക്ഷ്മി കാണാത്ത കാര്യത്തിൽ എങ്ങനെ ഗുരു വെച്ചോണ്ടിരുന്നത്? ഒനിലിൻ്റെ മസ്താനിയുടെ പ്രശ്നത്തിൽ ലക്ഷ്മി അത്രയും അഗ്രസീവായല്ലോ. എത്രയൊക്കെ ക്ഷമ പറഞ്ഞാലും പറഞ്ഞത് തന്നെയാണല്ലോ. ഈവൻ ഈ പറയുന്ന എനിക്ക് പോലും തോന്നിയിട്ടുണ്ട്, ആര്യൻ എന്തിനാണ് ജിസേലിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? അത് തന്നെയോ ഒനിയിലും അഭിലാഷും വിചാരിച്ചിട്ടുള്ളൂ. കാരണം അവർക്ക് മനസ്സിലായത് ആര്യൻ ഒരു വെൽ പ്ലെയറാണ്. കാരണം നമുക്ക് ഫസ്റ്റ് എപ്പിസോഡ് തൊട്ടറിയാം, ഗെയിമിൽ ആര്യൻ ഭയങ്കര പക്ക പെർഫെക്റ്റ്. അപ്പോൾ അവരതാണ് ഉദ്ദേശിച്ചത്. ഇനി ബാക്കിയുള്ളവർ ഒനിയിലും അഭിലാഷും എന്തോ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്നുള്ളൊരു കാര്യത്തിലാണ് ഓർത്തിരിക്കുന്നത്. ബിന്നി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതിനെ ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ചർച്ചകൾ നീണ്ടു നിൽക്കുകയാണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്ന് എന്താണ് നടന്നത്, ഇതിൻ്റെ ബാക്കി എന്താണെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റത്തുള്ളൂ. കാത്തിരുന്ന് കാണാം.